അപ്പോഴേ ഈ മന്ത്രിമാരെയൊക്കെ കോട്ട് ചെയ്യുമ്പോൾ ഒരല്പം മര്യാദ വേണം. എപ്പോഴും ഈ കള്ളം വിളമ്പുമ്പോൾ ഇതുപോലുള്ള കള്ളങ്ങൾ വിളമ്പാതിരിക്കാനുള്ള അല്പമെങ്കിലും ഒരു ഉളുപ്പ് വേണം അതിന്. എന്താണ് വിളമ്പിയ കള്ളം? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? NCERT എന്ന് കേട്ടിട്ടുണ്ടോ? SCERT എന്ന് കേട്ടിട്ടുണ്ടോ? 3 എണ്ണത്തിന്റെ പേരാ പറഞ്ഞത്. മനസ്സിലാവുമെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, ഹാഷ്മിക്കും മനസ്സിലാക്കാം. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ നാഷണൽ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ്, NEP-യുടെ ഭാഗമാണ്. ആ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ അതിന്റെ രൂപം എങ്ങനെയാണെന്നാണ് പറയുന്നത്. ആ രൂപത്തിലാണ് സിലബസ് തയ്യാറാക്കുമ്പോൾ അതിന്റെ രൂപം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പറയും. ഉള്ളടക്കം തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങളാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അതുകൊണ്ടാണ് നാഷണൽ സ്കൂളുകളിൽ NCERT വന്നത്. കേരളത്തിലെ CBSE സ്കൂളുകളിൽ NCERT ഉണ്ട്. അതുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിലെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സ്കൂളിലും കോൺഗ്രസ്സുകാർ പിന്തുണയ്ക്കുന്ന സ്കൂളിലും അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലും ഈ NEP ഉണ്ടെന്ന്. എന്നിട്ട് അതേസമയം സംസ്ഥാന സർക്കാരിന്റെ വിദ്യാലയങ്ങളിൽ NEP ഉണ്ടാവില്ല. അതിന് കാരണം എന്താണ്? അവിടെ ഞങ്ങൾ പറയുന്നു SCERT ആണ് പഠിപ്പിക്കുന്നത്. PM ശ്രീ പദ്ധതി വന്നാൽ ഞങ്ങൾ NCERT-യിലേക്ക് പോകണോ? വേണ്ട. അതാണ് ഇപ്പോൾ ഉണ്ടാക്കിയ MOU-ലെ വ്യവസ്ഥ. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്താ പറയേണ്ടത്? ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ചാതുർവർണ്ണ സംസ്കാരത്തിന്റെ ഒരു പഠനവും കേരളത്തിൽ വേണ്ടി വരികയില്ല. പിന്നെന്താ പ്രശ്നം? പ്രശ്നം ഇത്രേ ഉള്ളൂ. NEP കൊണ്ടിരുന്ന ഒരു 10-350 സ്കൂൾ വരും. ആ സ്കൂള് ഞങ്ങൾ ചുമക്കണോ വേണ്ടയോ? ചുമക്കാൻ സൗകര്യമില്ലെന്നായിരുന്നു നിലപാട്. അതുകൊണ്ട് ഇതേവരെ ഒപ്പിട്ടിരുന്നില്ല MOU-ൽ. ഇപ്പം എന്താ പറയുക? ആ ചുമന്നാലേ മറ്റേ പൈസ കൂടെ തരൂ. മറ്റേ പൈസ കൂടെ തരണം, അത് ചുമക്കണം. ശരി, ഞങ്ങൾ ഇത്ര നാൾ പിടിച്ചു വന്നു. ഇപ്പം ആ പൈസ പ്രധാനമാണ്. നിങ്ങളിപ്പോൾ പറയുന്ന കേരളത്തിൽ ഖജനാവിൽ ഒത്തിരി പൈസ ഉള്ളതുകൊണ്ടല്ല. ഇപ്പം എന്താ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കാരണം? കേരളം വളർന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ബഡ്ജറ്റ് 76,000 കോടി, ഇപ്പൊ 2 ലക്ഷം കോടി. ഈ വ്യത്യാസം ഉണ്ടേ. പണം തരാതിരിക്കുമ്പോഴും പണം തന്നില്ലേലും ഒപ്പിടില്ല എന്നൊരു പോയിന്റ്. അവിടെയാണ് ശിവൻകുട്ടി പറഞ്ഞത്. പണം തന്നില്ലേലും ഒപ്പിടില്ല, പണം വേണ്ട, ഞങ്ങൾ ഒപ്പിടില്ല. ഇതായിരുന്നു ഞങ്ങളുടെ പൊസിഷൻ. ആ പൊസിഷനിൽ അയവ് വരുത്തിയെന്ന് ശിവൻകുട്ടി പറഞ്ഞു. അതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. അത് പറഞ്ഞു വെച്ചിട്ട് ഇത്രയും വലിയ പോരാട്ടം നടത്തുന്ന കേരളത്തിലെ വി ശിവൻകുട്ടിയാണ് നിങ്ങൾ പിടിക്കാൻ പോണത്. ബഹുമാനപ്പെട്ട ഹാഷ്മി പറഞ്ഞിരുന്നല്ലോ, ഈ വി ശിവൻകുട്ടി ഒരു വാചകം പറഞ്ഞു, ഇടതുപക്ഷ നയങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒന്ന് കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് അത് കേൾപ്പിക്കാം. NEP എല്ലാ കാലവും എതിർക്കാൻ പറ്റുമോ? നിങ്ങൾ പൈസ ആരോ എന്ന് ചോദിക്കുന്നുണ്ട്. കേൾപ്പിക്കാം. അല്ല വേണ്ട, അത് കേട്ടിട്ട് ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് എന്നാ വി ശിവൻകുട്ടി പറഞ്ഞ മറ്റൊരു പ്രതികരണം പറയണ്ടേ? ഈ NEP-ൽ എന്താണ് കുഴപ്പം? ഒന്നു പറഞ്ഞു. ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. NEP ഈ പറയുന്ന രീതിയിൽ ഇത് ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിനാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. NEP-ക്ക് എന്താ കുഴപ്പം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത്. അപ്പൊ ചോദിച്ചു നിങ്ങളാണല്ലോ പറഞ്ഞത്, ഞാൻ അഭിപ്രായം മാറ്റി എന്ന് വിദ്യാഭ്യാസ മന്ത്രിയാ പറഞ്ഞത്. മറുപടി പറയാം. അതിനാദ്യം മറുപടി പറയും. ഞാൻ ആദ്യം പറഞ്ഞ ഗുരുതരമല്ലേ ഇത്? അതിന് മറുപടി ഉണ്ട്. അതിന് മുന്നേ ഇതൊന്നും കേൾക്കട്ടെ. അല്ല അത് കേൾക്കാം, അത് കട്ടിയുന്നുണ്ട്. അത് കേൾപ്പിക്കാന്ന് ഞാൻ കേൾപ്പിക്കും. ഈ പറയുന്ന ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിനാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന NEP-ക്ക് എന്താ കുഴപ്പം എന്ന് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചിട്ട് മറുപടി ഉണ്ടോ താങ്കൾക്ക്? അതൊക്കെ പറയാവുന്നേ, മറുപടിയൊക്കെ ഉണ്ട്. എന്താ മറുപടി ഉണ്ടെന്നേ? അത് പറയൂ. ഞാൻ എല്ലാത്തിനും മറുപടി ഉണ്ട്. ഇത് ഇതൂടെ കേൾപ്പിക്കേ. കേരളത്തിന് പറ്റില്ല. ആദ്യം പറഞ്ഞ നുണയ്ക്കുള്ള നുണയൊന്നുമല്ല. NEP ഞാൻ പിന്മാറി നിങ്ങൾ ആദ്യം പറഞ്ഞ എന്ന് പറഞ്ഞ ശിവൻകുട്ടി പറയുന്ന ഈ ഇടതുവിരുദ്ധ നയത്തിന് മറുപടി പറ അനിൽകുമാറെ. ഇത് പറ, NEP-ക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞോട് CV ശിവൻകുട്ടിക്ക്. അതെ, എന്റെ പേര് അനിൽകുമാർ തന്നെയാണ്. അതെ, എന്റെ പേര് K അനിൽകുമാർ തന്നെയാണ്. ഞാൻ പേര് മാറുന്ന ആളല്ല. അതുകൊണ്ട് ആ കാര്യമൊക്കെ അവിടെ കയ്യിരുന്നോട്ടെ. തടയരുത്. നിങ്ങൾ ഇവിടെ പറഞ്ഞു ഇടതുപക്ഷ നയങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. അത് പറഞ്ഞത് ശരിയാണ്. എന്താണ് കുഴപ്പം എന്ന് പറയേണ്ട സമയം എത്ര നേരമായി? 20 മിനിറ്റായി. ബാക്കിയൊക്കെ ഞങ്ങൾ പറയാവുന്നേ. നിങ്ങളുടെ വേലയൊന്നും ഇവിടെ വേണ്ട. അത് കേൾപ്പിച്ചിട്ട് നമുക്ക് തുടരാം. മൊത്തം ഞാൻ മറുപടി പറയാം. ശരി, ഞാൻ താങ്കളെ അംഗീകരിക്കുന്നതിന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ശരി തന്നെയാണ്.
അങ്ങനെയുള്ള ഒരു നിലപാട് ഈ ലോകം അവസാനിക്കുന്നവരെ ആ നിലപാട് നിൽക്കണമെന്നില്ല. ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നിപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കേരളത്തിന് കഴിയില്ല. NEP-യുടെ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ടൂറിസം രംഗത്തായിരുന്നാലും ലോകബാങ്കിൻ്റെ കാശ് വാങ്ങുന്ന കാര്യത്തിലായിരുന്നാലും നമുക്ക് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഉള്ള കുറേ ആ കാലഘട്ടം മുതൽ എടുത്തിട്ടുള്ള ഓരോ നയം എടുത്തു നോക്കിയാൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് മാറി എടുത്തിട്ടുണ്ട്. അത് എടുക്കേണ്ടി വരും നമുക്ക്. അതല്ലാതെ എല്ലാ കാലത്തും ഒരു NEP-യിൽ പിടിച്ച് ഞങ്ങൾ കിട്ടേണ്ട കാശ് വാങ്ങാൻ വേണ്ടി പാടില്ല. അല്ലെങ്കിൽ PM ശ്രീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങണ്ടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ആരും തരുമോ കാശ്? ശരത്കുമാർ, എല്ലാ കാലത്തും പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല NEP അല്ലെങ്കിൽ ഇടതുപക്ഷ ഇടതുപക്ഷ നയം. വിദ്യാഭ്യാസം എന്നാൽ ടൂറിസ്റ്റിൽ ഒന്നിലും. കള്ളപ്പന്നി. അപ്പോഴേ ഈ മന്ത്രിമാരെയൊക്കെ കൂട്ടി ചെയ്യുമ്പോൾ ഒരു അല്പം മര്യാദ വേണം. എപ്പോഴും ഈ കള്ളം വിളമ്പുമ്പോൾ ഇതുപോലുള്ള കള്ളങ്ങൾ വിളമ്പാതിരിക്കാനുള്ള അല്പമെങ്കിലും ഒരു ഉളുപ്പ് വേണം അതിന്. എന്താണ് വിളമ്പിയ കള്ളം? ഈ ഇടതുപക്ഷ നയങ്ങളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നൊരു പച്ചക്കള്ളല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞ കള്ളം? ഒരു ഇടതുപക്ഷ നയത്തിന്റെ വഞ്ചനയല്ല. ഞാൻ അങ്ങോട്ട് പറയാമല്ലോ. സർക്കാർ അനിൽകുമാർ NEP-യിൽ നിന്ന് ഞാൻ എന്റെ നിലപാട് മാറ്റി എന്നതിൽ അനിൽകുമാർ നിലപാടുണ്ട്. ഞാൻ മറുപടി വെറുതെ കള്ളം ഞാൻ പറയട്ടെ. പറയൂ. മിസ്റ്റർ ഹാഷ്മി, എന്റെ പേര് ഹാഷ്മി എന്ന് തന്നെ കൂടെ വിളിക്കണ്ട. പച്ച കള്ള എഴുന്നള്ളിച്ചിട്ട് പിടിച്ചപ്പോ മിസ്റ്റർ ഹാഷ്മി മിസ്റ്റർ ഹാഷ്മി, നിങ്ങൾ പച്ചക്കള്ള എഴുന്നള്ളിച്ചിട്ട് ഇടതുപക്ഷ നയങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞു എന്നുള്ള പച്ച നുണ കെട്ടി എഴുന്നള്ളിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ ഇപ്പൊ കൊണ്ടുവന്ന സാധനം ഞാൻ കേട്ടു. അതിന് നല്ല മറുപടി ഉണ്ട്. ആ മറുപടി ഇങ്ങോട്ട് പറയാൻ പോവാണ്. ഈ വിഷയത്തിൽ വിട്ടുപോലെ അത് മൊത്തം ശിവൻകുട്ടി പറഞ്ഞ വിഷയത്തിൽ വിട്ടുപോലെ. ഞാൻ വിഷയത്തിൽ വിഷയത്തിൽ വിട്ടുപോലെ ഞാൻ പറയുന്നത് ഇപ്പൊ ഇടതുപക്ഷ നയങ്ങൾ കെട്ടിപ്പിടിച്ച് ലോക അവസാനം ഇരിക്കലെന്ന് ക്ലോക്കലായി പറഞ്ഞാണ് കേൾക്കുമാർ. അതിനേക്കാൾ വളരെ ഭംഗിയായി ശിവൻകുട്ടി പറയുന്നുണ്ട്. ഒന്ന് കേൾക്കൂ. അതിനേക്കാൾ വളരെ ഭംഗിയായി ശിവൻകുട്ടി പറയുന്നുണ്ട് NEP-ക്ക് എന്താണ് കുഴപ്പം എന്ന് ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ നിലപാടിൽ നിന്ന് പിന്മാറി എന്ന് ശ്രീ KL ശിവൻകുട്ടി പറയുന്നുണ്ട്. കാലാകാലങ്ങൾ ഈ പറയുന്ന നയം ഒന്നും പിടിച്ചുകൊണ്ടിരുന്നാൽ പണം കിട്ടില്ല എന്ന് ശിവൻകുട്ടി പറയുന്നുണ്ട്. അതിൽ മറുപടി ഉണ്ട്. അത് പറഞ്ഞ് ക്ലാറ്റ് വരുത്തിയിട്ട് അങ്ങോട്ട് പോകുന്നല്ലേ നല്ലത്? താങ്കൾ എന്നെ കള്ളൻ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് കള്ളൻ എന്ന് പറയും. സാർ, അങ്ങയുടെ മുഖത്തെ ജാള്യം തൊട്ടറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കത് ആ വാചകം പറയാം. അത് അങ്ങയുടെ നിസ്സഹായാവസ്ഥയാണോ? ഒരു ഇടതുപക്ഷ മന്ത്രി വന്നിരുന്നു എനിക്ക് ഞാൻ ഈ നയത്തിൽ നിന്നൊക്കെ എന്നെ പിന്മാറി എന്ത് മറുപടി പറയാനാ? നിങ്ങളുടെ കയ്യിൽ മൈക്കുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.